നമസ്കാരം. ഗൾഫ് വാർത്ത. കുട്ടികൾക്ക് ശ്വാസതടസ്സമുണ്ടാകാൻ സാധ്യതയുള്ള നിർമ്മാണ തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ലബൂബു എന്ന ജനപ്രിയ കളിപ്പാട്ടത്തിന്റെ വിൽപ്പന കുവൈറ്റ് നിരോധിച്ചു. രാജ്യത്തെ വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് TOY3378 മോഡൽ ലബൂബു കളിപ്പാട്ടങ്ങൾ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ ഉത്തരവിട്ടത്. കളിപ്പാട്ടത്തിന്റെ ചില ഭാഗങ്ങൾ എളുപ്പത്തിൽ വേർപെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും ഇത് കുട്ടികൾക്ക് അപകടകരമായേക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഉടനടി നിർത്താനും കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നം തിരികെ നൽകാനും അധികൃതർ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. കുവൈറ്റിലെ എല്ലാ കടകൾക്കും സ്റ്റോക്കിൽ നിന്ന് ഈ ഉൽപ്പന്നം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. കുവൈറ്റിൽ ഇനി സ്വർണ്ണ വിൽപ്പന ഡിജിറ്റൽ പണ ഇടപാട് വഴി മാത്രം. ആഭരണ വ്യാപാരികൾ വാങ്ങൽ വിൽപ്പന പ്രവർത്തനങ്ങളിൽ പണമിടപാടുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും ഡിജിറ്റൽ പണ ഇടപാടുകൾ വഴികൾ ഉപയോഗിക്കണമെന്നും വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ തീരുമാനം പുറപ്പെടുവിച്ചു. പ്രത്യേക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പണമിടപാടുകൾ നിരോധിക്കുന്നതിനുള്ള 2025 182 നമ്പർ മന്ത്രിതല പ്രമേയം വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഫിഫ അണ്ടർ-17 ലോകകപ്പിന് ദോഹയിൽ ആരംഭം. അടുത്ത 25 ദിവസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവ ഫുട്ബോൾ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നതിന് ഖത്തർ സാക്ഷിയാകും. ആസ്പെയർ അക്കാദമിയിലെ 8 മൈതാനങ്ങളിലായി മൊത്തം 104 മത്സരങ്ങൾ നടക്കും. ആരാധകർക്ക് ഒരിടത്ത് തന്നെ മുഴുവൻ മത്സരങ്ങളും കാണാനുള്ള അവസരമൊരുക്കിയാണ് പ്രത്യേക ക്രമീകരണം. UAE നവംബർ 3 മുതൽ 7 വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന മുന്നറിയിപ്പ്. ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശരത്കാലത്ത് നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ഒമാനിലെ മുസാണ്ടം ഉപദ്വീപിന്റെ തെക്കു ഭാഗത്ത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4:40 നേരിയ ഭൂചലനം രേഖപ്പെടുത്തി. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ നാഷണൽ സിസ്മിക് നെറ്റ്വർക്ക് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണിത്. 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഈ ചലനത്തിന്റെ ആഴം വെറും 5 കിലോമീറ്റർ മാത്രമായിരുന്നു. ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന 44ാമത് ഷാർജ രാജ്യാന്തര പുസ്തക മേളയ്ക്ക് നാളെ തുടക്കമാക്കും. രാവിലെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. ഉച്ചയ്ക്ക് ശേഷം മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. 12 ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക മഹോത്സവത്തിൽ ഇന്ത്യയിൽ നിന്നടക്കമുള്ള ലോകത്തെമ്പാടും നിന്നും 66 രാജ്യങ്ങളിൽ നിന്നും 250-ലേറെ പ്രമുഖ എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കും.